ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അൺസീൻ വേവ്സ്. നമ്മുടെ കടലിനടിയിലുള്ള ഒരു അത്ഭുത ലോകത്തെക്കുറിച്ചായാലോ ഇന്നത്തെ വീഡിയോ. ലാസ്റ്റ് ജൂലൈയിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ചാണ് റിപ്ലീസ് അക്വേറിയത്തിൽ പോയത്. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഫുള്ളി പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയത്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് പോകുന്നത് റിപ്ലീസ് അക്വേറിയം ആൻഡ് സിയൻ ടവറിലേക്കാണ്. അപ്പോൾ അവിടേക്ക് പാർക്കിംഗ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് യാത്രയിൽ അതൊരു തടസ്സമായി മാറാൻ സാധ്യതയുണ്ട്. സോ ഞങ്ങൾ വേഗം ഒരു ബസ് പിടിച്ച് ഫിഞ്ച് സബ്വേ സ്റ്റേഷനിലേക്കാണ് ആദ്യം പോയത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ യൂണിയൻ സ്റ്റേഷനിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. യൂണിയൻ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും വാക്കബിൾ ഡിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ റോജേഴ്സ് സെൻറ്റർ, അല്ലെങ്കിൽ സിയൻ ടവർ, റിപ്ലീസ്, ടൊറൻറ്റോ ഐലൻഡ് അങ്ങോട്ടെല്ലാം പോകാനാണെങ്കിൽ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനൊരു യാത്ര അത് ഭയങ്കര ഫണ്ണിയാണ് ആക്ച്വലി. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുകയാണെങ്കിൽ ഈ സ്റ്റേഷനിൽ നിന്നായിരുന്നു ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആദ്യം സീറ്റൊക്കെ കിട്ടി. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പല റെയിൽസിലും ഇങ്ങനെ സബ്വേയിലൊക്കെയുള്ള മോശം അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ യാത്രയിലുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി വി റീച്ച് ദ യൂണിയൻ സ്റ്റേഷൻ. ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും പോകാൻ ഈസിയാന്ന് പറഞ്ഞെങ്കിലും ഈ മാപ്പിൽ ഇത് തപ്പി കണ്ടുപിടിക്കാൻ അത്ര ഈസി ആയിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറേ ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ റൂട്ടൊക്കെ കണ്ടുപിടിച്ചു. ശരിക്കും ഒരു ഷോപ്പിംഗ് മാൾ ഒക്കെ പോലെയാണ് ആക്ച്വലി യൂണിയൻ സ്റ്റേഷൻ്റെ ഉൾഭാഗം. പിന്നെ ഇന്ന് ഏതോ ഒരു ഹോക്കി ഗെയിമും ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും കുറച്ച് തിരക്കുണ്ടായിരുന്നു. കുറേ പേര് നമുക്ക് ഒരു ജേഴ്സിയിലെല്ലാം കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ടൊറൻറ്റോയിൽ അട്രാക്ഷൻസ് എല്ലാം കാണാൻ പോവുകയാണെങ്കിൽ ടൊറൻറ്റോ സിറ്റി പാസ് എടുക്കുന്നതാണ് നല്ലത്. മേ ബി കുറേ പേർക്കെല്ലാം അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള ഈ സിയൻ ടവർ, റിപ്ലീസ്, റോയൽ ഒൻറ്റാരിയോ മ്യൂസിയം, ഇങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇൻഡിവിജ്വലായിട്ട് ഐ തിങ്ക് അറൗണ്ട് $25 to $35 ആണ് പെർ പേഴ്സൺ വരുന്നത്. പക്ഷേ നിങ്ങൾ ഈ സിറ്റി പാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 5 അട്രാക്ഷനിലേക്ക് പോകാനായിട്ടുള്ളൊരു കോംബോ പാസ് 9 day വാലിഡിറ്റിയിൽ നമുക്ക് കിട്ടും. നമുക്കിത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. പിന്നെ നമ്മളിവിടെ കാനഡയിൽ തന്നെയുള്ള ഏതെങ്കിലും സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ ഐ തിങ്ക് നമുക്ക് സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് എല്ലാം കിട്ടും. ആൻഡ് സംടൈംസ് അവർ വെബ്സൈറ്റിൽ തന്നെ കുറേ പ്രൊമോഷൻസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു നല്ല ഒരു റേറ്റിന് നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ മെയിൻ അട്രാക്ഷൻസും കാണാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാനാണ് എൻ്റെ ഒരു സജഷൻ. സോ ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ സിറ്റി ക്രൂസ്, കാസലോമ, ടൊറൻറ്റോ സൂ, ആർട്ട് ഗാലറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിയൻ ടവർ ആൻഡ് റിപ്ലീസ് അക്വേറിയം ആൻഡ് റോയൽ ഒൻറ്റാരിയോ മ്യൂസിയം. ഇതിൽ 5 അട്രാക്ഷൻസ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ പോകുമ്പോൾ തൊട്ടാണ് നമ്മുടെ 9 days വാലിഡിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അന്ന് തൊട്ട് 9 daysനുള്ളിൽ നമുക്ക് ഈ ഏതെങ്കിലും 5 സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ അതൊരു നിങ്ങളുടെ പാരൻസൊക്കെ വരികയാണെങ്കിലും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതേ ദൂരെ നമുക്ക് സിയൻ ടവർ എല്ലാം കാണുന്നുണ്ട്. സോ നമുക്ക് അവിടം വരെ നടന്നു പോകണം. ഇങ്ങനത്തെ ഒരു ഗോ ട്രെയിനിലാണ് നമ്മളിവിടെ വന്ന് ഇറങ്ങിയത്. സമ്മർ വെക്കേഷനായ കാരണം ഒരുപാട് ഫാമിലീസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മെയിനായിട്ട്. എസ്പെഷ്യലി കുട്ടികൾക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ഉണ്ടായിരിക്കുക. അക്വേറിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇനി ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല.
ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാം.
കേട്ടിട്ടുണ്ട് ഈല് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്കതിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഒരു വൈബ്രേഷൻ എടുത്തു കഴിയുമ്പോൾ വേറെ Vamos,